ഹായ് ഗൈസ്, ഇതെന്താ ടൈറ്റിൽ മാറിപ്പോയതാണോ, കുക്കിംഗ് വീഡിയോസാണോ എന്നൊന്നും കരുതല്ലേ. ഇത് ഗോവ ട്രിപ്പിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പം നമ്മുടെ ഗോവ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അമ്മ സൂപ്പർ ഫാമിലിയിലെ കുറച്ച് ഫാമിലി ചേർന്നിട്ട് നമ്മളൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പം അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പ് ബിരിയാണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേരുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിറയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം പാക്ക് ചെയ്യാനായിട്ട് വാഴയില വാട്ടിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ സ്വപ്നമാണൊരു ഗോവ ട്രിപ്പ്. കാരണം അധികം ടൂറൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. നമ്മൾ അവസാനം ഷൊർണൂർ ജംഗ്ഷനിലെത്തി. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും ഗോവയിലേക്കുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആകാംക്ഷയോടുകൂടെ അതിനകത്ത് അങ്ങനെ കയറിയപ്പോൾ കുറേ പേരിങ്ങനെ സോറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഗോവയിലൊക്കെ പോയി അടിച്ച് പൊളിക്കാനായിട്ട് അങ്ങനെ തിരക്ക് കൂട്ടി നിൽക്കുക. ഇതാ അടുത്ത തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം പറയാവോ? അവിടെ ഇവിടെ ക്യാമറ ഷെമീം കൊള്ളാം സൂപ്പർ. കൊള്ളിയും ബീഫ് നമ്മുടെ തൃശ്ശൂരും പാലക്കാട് ടച്ചുള്ള കൊള്ളിയാണ്. സൂപ്പർ കൊള്ളി ബീഫ് അടിപൊളി. കൊണ്ട് ചെക്ക് ബ്ലാങ്ക് ചെക്കാന്ന് പറഞ്ഞേ. പൊളിക്ക് ഗോവയെ പോയിട്ട് ഒന്നും പറയാനുണ്ടോ? അവസാനം ഗോവയിലെത്തി ഗായ്സ്. പുലർച്ചെ 2:30 ഗോവയിലെത്തുമ്പോൾ അവിടെ അതിഭയങ്കരമായ മഴ, സൂപ്പർ മഴ. നമ്മൾ കേരളത്തിൽ നിന്ന് മഴ കൊണ്ടുവന്നതാണോ എന്ന് ചിന്തിച്ചു പോയി. ആ സമയത്ത് മഡ്ഗോൺ നമ്മളെത്തി ഗായ്സ്. നമ്മളിവിടുന്ന് ഭയങ്കരമായ മഴ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളെ ഗോവ എത്തിയതിൻ്റെ ഒരു സന്തോഷം ഉള്ളതുകൊണ്ട് അവിടെ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിവിടുന്ന് പതുക്കെ മഴയത്ത് എന്തായാലും മാറാനായിട്ടൊരു ചടങ്ങ് തന്നെയാണ്. പക്ഷേ മഴ കൊണ്ടിട്ടാണെങ്കിലും മാറിയേക്കാം എന്ന് കരുതി. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ നിൽക്കുന്ന കാര്യമില്ല, ഫുള്ളായിട്ട് മഴയാണ്, മഴയോട് മഴ. നമ്മൾ അവസാനം വിചാരിച്ചു അയ്യോ ഈ ട്രിപ്പ് എന്തായി തീരുമാനമാകെ ടെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം റൂമിലെത്തിപ്പെട്ടു. റൂമൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു റൂം. അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്, ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ച് കാണാമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് അങ്ങനെ ബീച്ചൊന്നും ആസ്വദിക്കാൻ പറ്റുന്നൊരു ബീച്ചിലല്ല പോയത്. പക്ഷേ എങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇത് രസമായിരുന്നോ കാണാനായിട്ട്. നമ്മളവിടെ അതിൻ്റെ മുകളിലൊക്കെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം നിന്ന്. പക്ഷേ ഇതിനകത്ത് എന്താ പ്രശ്നം പറ്റിയെന്നറിയാമോ? ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ എൻ്റെ വീഡിയോ എടുക്കാനും ആകെ വിട്ടുപോയി. ഞാനെല്ലാം ഇതിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ നമ്മുടെ ഫാമിലി ഒന്നും ഫോട്ടോ എടുക്കാനൊന്നിനും പറ്റിയില്ല. പിന്നെയും നമ്മൾ അടുത്ത് പോകുന്നത് ഈവനിങ് പതുക്കെ റെഡിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. ഇതിലൂടെയൊക്കെ നടന്നു പോകുമ്പോണ്ടല്ലോ നമ്മൾ വേറൊരു ലോകത്ത് എത്തിപ്പെടുന്ന ഒരു രീതിയാണ്. എന്ത് ഭംഗിയാണ്. പിന്നെ നമ്മുടെ അവിടെ ഉള്ളൊരു ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ടേബിളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രത്യേക വൈബ്. നമ്മളെല്ലാം മറന്ന് ആസ്വദിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല അവിടെ പോയി കഴിഞ്ഞാൽ. ഗോവ ഇതാണ്. സ്ഥലം സൂപ്പറായിട്ട് ഡാൻസ് കളിക്കാൻ ഭയങ്കര പ്രൈവസിയാണ്. കൊണ്ടുവന്ന സ്ഥലമാണ് ഇത്. കണ്ടോ, ഫുഡ് നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു ഫാമിലി പോലെ ഫുഡും കഴിക്കാൻ അടിച്ചു കളിക്കാം. ബാക്കിയുള്ള ഫാമിലി ഉണ്ട്, നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഡേ പോയത് നമ്മൾ
അഗോഡ ഫോർട്ടിലേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുള്ളൊരു വേറൊരു പ്ലേസ്. നല്ല മഴയുടെ ഒരു ഇതുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് അടുത്തത് ബാഗ ബീച്ചാണ്. എനിക്ക് തോന്നുന്നു അവിടെ പോയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി കളിക്കാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ളത് ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു, അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നമ്മൾ പോയത് ഒരു ചർച്ചിലേക്കാണ്. ആ ചർച്ച് കാണാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഗോവയിലെ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ അതിലൂടെ എല്ലാം നടന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല പ്ലേസായിരുന്നു, സൂപ്പർ പ്ലേസ്. അപ്പം അതെല്ലാം ആസ്വദിച്ച് അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകാനായിട്ട് പെട്ടിയൊക്കെ ആയിട്ട് റെഡിയാക്കി. അപ്പോഴാണ് ശോകം. എല്ലാവരും കുറച്ചൊരു ശോകത്തിലായിരുന്നു, ചെറിയൊരു വിഷമത്തിലായിരുന്നു. നമുക്കിത് ആ ഒരു വിഷമം നമുക്കിവിടെ പങ്കിടാം. സങ്കടമൊന്നുമില്ല, അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിയുള്ള മുന്നോടിയായിട്ടിരിക്കുന്നു. ആണോ? അല്ല, പക്ഷെ ഇന്ന് പോവാന്നുള്ളതിന്റെ ഒരു സങ്കടമില്ല. ഇല്ല, നമുക്ക് ഇനി അടിച്ചു പൊളിക്കാൻ സമയമുണ്ടല്ലോ. ആണോ? വൈകുന്നേരം വരെ കിടക്കല്ലേ. ഒരു ചെറിയ വിഷമമുണ്ടോ? വൈകുന്നേരം അതുണ്ട്. അത് വിഷമമുണ്ടായിരുന്നു, ശരിക്കും വിഷമമുണ്ടായിരുന്നു. ഉണ്ടോ? എനിക്ക് ചെറിയ നാട്ടുവേദനയുണ്ട്. ചെയ്താൽ വിഷമമുണ്ടോ? ഇനി നമ്മൾ കാണുമല്ലോ അല്ലേ? 2 ദിവസത്തെ അടിച്ചു പൊളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വിഷമത്തോടു കൂടെ എല്ലാവരും തിരിക്കുവാണ്. എല്ലാവരുടെയും ഫേസിൽ കുറച്ച് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമല്ലോ എന്ന് കരുതി നമ്മളിനിയിപ്പം ഞാനിതേ ഷൊർണൂരെത്തി. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഇറക്കി വിടാൻ പറഞ്ഞയക്കാനായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ഗോവ ട്രിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബൈ 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 ബൈ, സി യു.